ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് മാത്സ് PYQs സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന സമാന്തര സംഖ്യാശ്രേണിയുടെ അടുത്ത പദം എഴുതുക എന്നതാണ് ക്വസ്റ്റ്യൻ. √2, √8, √18, √32. നെക്സ്റ്റ് ടേം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കൊരു റിലേഷൻ കിട്ടും. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് √2 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് എങ്ങനെ എഴുതാം? 1² × 2 അതിൻ്റെ റൂട്ട് ഇസ് ഈക്വൽ ടു √2. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് √8 ആണ്. അപ്പോൾ √8 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 2² × 2 അതിൻ്റെ റൂട്ട് ഇസ് ഈക്വൽ ടു എന്താണ്? 4 × 2 അതിൻ്റെ റൂട്ട് ഇസ് ഈക്വൽ ടു √8. നെക്സ്റ്റ് ടൈം നമുക്ക് ഇതുപോലെ തന്നെ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് 1² ആണ്, സെക്കൻഡ് 2², തേർഡ് 3² × 2. ഇതിൻ്റെ റൂട്ട് നമ്മൾ എടുക്കുകയാണ്. ഇസ് ഈക്വൽ ടു √9 × 2 ഇസ് ഈക്വൽ ടു √18 എന്ന് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് ഇട്ട് കൊടുത്ത് നോക്കാം. √4² × 2 is equal to √16 × 2 is equal to √32. അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് √2 എന്ന് കിട്ടി, സെക്കൻഡ് √8 കിട്ടി, തേർഡ് √18 കിട്ടി, ഫോർത്ത് √32 എന്ന് കിട്ടി. അപ്പോൾ ഇതേ റിലേഷൻ നമ്മൾ നെക്സ്റ്റ് ടൈം ഇവിടെ കാണണം. അപ്പോൾ ഇതേ റിലേഷൻ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ടൈം എന്തായിരിക്കും? √1², 2², 3², 4², പിന്നെ എന്തായിരിക്കും? 5² ആയിരിക്കും. × 2 is equal to √25 × 2 is equal to √50. അപ്പോൾ നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് √50 ആയിരിക്കും. അതായത് ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വ്യക്തി 600 മീറ്റർ നീളമുള്ള തെരുവ് 5 മിനിറ്റിനുള്ളിൽ കടന്നു പോകുന്നു. km/hൽ അവൻ്റെ വേഗത എത്രയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്ന് നമുക്കറിയാം അല്ലേ? നമ്മൾ ഈ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. അതായത് സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളൊരു ഫോർമുലയാണ്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ്? 600 മീറ്റർ നീളമുള്ള തെരുവ് എന്നാണ് തന്നിരിക്കുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 600 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് ടൈമാണ്. ടൈം എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 5 മിനിറ്റിനുള്ളിൽ കടന്നു പോകുന്നു എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് മീറ്ററിലും മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം m/s സെക്കൻഡിലോട്ട് ആക്കണം, കാരണം മിനിറ്റ് എന്നുള്ളത് സെക്കൻഡിലോട്ട് ആക്കണം. ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടെത്തേണ്ടത് km/h ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്നതിനായി തന്നെ നമ്മൾ m/s മാറ്റണം. അപ്പോൾ 60 സെക്കൻഡ് എന്ന് പറയുന്നത് 1 മിനിറ്റ് ആണെന്ന് നമുക്കറിയാം. ഇവിടെ തന്നിരിക്കുന്നത് 5 മിനിറ്റ് ആണ്. അപ്പോൾ ടോട്ടൽ എത്ര സെക്കൻഡ് എന്ന് കിട്ടും? അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? 5 × 60 is equal to 300 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഫോർമുലയിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് 600 ആണെന്നറിയാം. ടൈം എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 300 എന്ന് കിട്ടി. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. ഈ 2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ km/hൽ കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? 18/5 കൊണ്ട് ഈ കിട്ടിയ സ്പീഡിനെ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അത് km/hലോട്ട് മാറും. 36 / 5 ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 7.2 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 8 രൂപയിൽ നിന്ന് 80 പൈസയിലേക്കുള്ള നിരക്ക് എത്രയാണ്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമുക്കറിയാം
100 പൈസ എന്ന് പറയുന്നത് എത്രയാണ്? 1 രൂപയാണ്. ആണല്ലോ. അപ്പോൾ 8 രൂപയിൽ നിന്ന് 80 പൈസയിലേക്കുള്ള നിരക്കാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. 100 പൈസ ഇസ് ഈക്വൽ ടു 1 രൂപയാണെങ്കിൽ, അതായത് 1 രൂപ എന്ന് പറയുന്നത് 100 പൈസ ആണല്ലോ. അപ്പോൾ 8 രൂപ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8 രൂപ എന്ന് പറയുന്നത് 800 പൈസയായിരിക്കും. നമുക്ക് ഈ 800 പൈസ അഥവാ 8 രൂപയിൽ നിന്ന് 80 പൈസയിലേക്കുള്ള നിരക്കാണ് കാണേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ റേഷ്യോ നമ്മൾ കാണുകയാണ്. 800:80. അപ്പോൾ രണ്ടും, ഇതും പൈസയാണ് ഇതും പൈസയാണ്. അപ്പോൾ ഇത് റേഷ്യോ കാണുമ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10:1. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഒരാൾ 784 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി. അതിൽ GST 12% ഉൾപ്പെടുന്നു. GST ചേർക്കുന്നതിന് മുമ്പ് സാധനങ്ങളുടെ വില എത്രയായിരുന്നു എന്നതാണ് ചോദ്യം. തന്നിരിക്കുന്ന കാര്യങ്ങളായും തന്നെ നമുക്ക് നോക്കാം. ഇവിടെ ഒരാൾ 784 രൂപയ്ക്ക് സാധനം വാങ്ങി. അപ്പോൾ വാങ്ങിയ വില അഥവാ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 784. GST എത്രയാണ്? 12%. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. സാധനങ്ങളുടെ വില മുൻപ് എത്രയായിരുന്നു, അതായത് ഈ ഒരു GST ചേർക്കുന്നതിന് മുൻപ് ഒറിജിനൽ പ്രൈസ് എത്രയായിരുന്നു എന്നതാണ് ചോദ്യം. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒറിജിനൽ പ്രൈസ് നമുക്ക് അറിയില്ല, അതുകൊണ്ട് നമ്മൾ ഒരു വേരിയബിൾ എക്സ് ആയിട്ട് എടുത്തു. ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഒറിജിനൽ പ്രൈസ് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. ആ പൈസയുടെ കൂടെ, അതായത് ഒറിജിനൽ റേറ്റിൻ്റെ കൂടെ ആ റേറ്റിൻ്റെ 12% GST കൂട്ടി. അപ്പോഴാണ് നമുക്ക് എത്ര കിട്ടിയത്? 784 കിട്ടിയത്. മനസ്സിലായി? അതായത് ഒറിജിനൽ ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ 12% ആഡ് ചെയ്തപ്പോൾ പുതിയ പ്രൈസ് എത്രയായി? 784. ആ 784 രൂപയ്ക്കാണ് ആ കടക്കാരൻ വിറ്റത്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? എക്സ് എന്ന് പറഞ്ഞത് ഒറിജിനൽ പ്രൈസ്, അതിൻ്റെ കൂടെ 12% GST ആഡ് ചെയ്തു, 784 രൂപ ആയി. അപ്പോൾ ഇതിൽ നിന്നും എക്സിനെ കോമൺ ആയിട്ട് പുറത്തെടുത്തൂടെ? 1 + 12/100 = 784. ഇതിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? എക്സ് ഇൻറ്റു 100 ഇൻറ്റു 1 100 പ്ലസ് 12 112 ഡിവൈഡഡ് ബൈ 100 = 784. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും എക്സ് എങ്ങനെ കാണാം? എക്സ് = 784 ഇൻറ്റു 100 ഓൾ ഡിവൈഡഡ് ബൈ 112. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് 7 ഇൻറ്റു 100 എന്ന് കിട്ടും, 700. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു റോംബസിൻ്റെ വിസ്തീർണം 240 cm² ആണ്. ഡയഗണലുകളിൽ ഒന്ന് 16 cm ആണ്. മറ്റൊരു ഡയഗണൽ കണ്ടെത്തുക. അപ്പോൾ റോംബസ് നമുക്കറിയാം ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആയിരിക്കും അതിൻ്റെ പ്രത്യേകത. അതായത് ക്വാഡ്രിലേറ്ററൽ ഹൂസ് 4 സൈഡ്സ് ഹാവ് ദ സെയിം ലെങ്ത്. അതായത് 4 വശങ്ങളും തുല്യമായ ഒരു സാമാന്തരികമാണിത്. അതായത് 4 വശങ്ങളും തുല്യമായ സാമാന്തരികം എന്ന് പറയുമ്പോൾ എല്ലാ സൈഡ്സും ഈക്വലായിട്ടുള്ള ഒരു സാമാന്തരികം. അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് റോംബസ് എന്ന് പറയുന്നത് 4 സൈഡ്സും ഈക്വലായിട്ടുള്ള ഒരു സാമാന്തരികമാണ്, അഥവാ എന്താണ്, ഒരു ക്വാഡ്രിലേറ്ററലാണ്. നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന കാര്യം എന്താണ്? വിസ്തീർണം 240 cm² തന്നിട്ടുണ്ട്. ഡയഗണൽ എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെയും ഇങ്ങനെയുമാണല്ലോ ഡയഗണൽ. അപ്പോൾ അതിലൊരു ഡയഗണൽ നമുക്ക് തന്നിട്ടുണ്ട് 16 ആണെന്ന് തന്നിട്ടുണ്ട്. അടുത്ത ഡയഗണൽ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ
റോംബസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഏരിയൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഏരിയ ഇസ് ഈക്വൽ ടു d1 ഇൻറ്റു d2 ഡിവൈഡഡ് ബൈ 2 എന്നതാണ് ഏരിയൻ്റെ ഫോർമുല. ഇതിൽ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ബാക്കി വാല്യൂസ് ഇട്ട് കൊടുക്കണം. ഏരിയ എന്ന് പറഞ്ഞത് 240 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇസ് ഈക്വൽ ടു d1 എന്ന് പറയുന്നത് 16 ആണെന്ന് നമ്മൾ എടുത്തു. ഒരു ഡയഗണലിൽ 16 ആണെന്ന് എടുത്തു. d2 അറിയില്ല, കണ്ടുപിടിക്കണം. ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഈ 2ഉം 16 ക്യാൻസൽ ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടും. 240 ഡിവൈഡഡ് ബൈ 8 ഇസ് ഈക്വൽ ടു d2. ഇതിൽ നിന്നും d2 എത്ര കിട്ടും? d2 ഇസ് ഈക്വൽ ടു 8. 240 30 തവണ 30. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി 30 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. സമീറ 3.5 കിലോഗ്രാം ആപ്പിളും 4.25 കിലോ ഓറഞ്ചും വാങ്ങി. അവൾ വാങ്ങിയ പഴങ്ങളുടെ ആകെ ഭാരം എത്രയാണ്? ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഈ രണ്ട് വാല്യൂസും തമ്മിൽ ആഡ് ചെയ്യുക. ഇവിടെ 3.5 കിലോഗ്രാമും 4.25 കിലോഗ്രാമും കൂട്ടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഓപ്ഷൻ സി ആയിട്ടുള്ള 8.25 കിലോഗ്രാം ടോട്ടൽ എന്ന് കിട്ടും. ഇനിയിപ്പോൾ ഇത് ചെയ്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അറിയാത്തവരാണെങ്കിൽ ചെയ്തു നോക്കാം. 3.5 എന്ന് പറയുന്നത് 3 + 1/2 പ്ലസ് 4.25 എന്ന് പറയുമ്പോൾ 4 + 3/4. ഈ 3ഉം 4ഉം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 7. പിന്നെ ഉള്ളത് 1/2 മുക്കാലാണ്. 1/2 മുക്കാലും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 1.25 എന്ന് കിട്ടും. ഇത് രണ്ടും ആഡ് ചെയ്യുന്നു. 7ഉം 1ഉം 8 + 1/4. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് കുറച്ച് മാത്സ് PYQs ആണ് ചെയ്തത്. അപ്പോൾ ബാക്കിയുള്ള മാത്സിൽ PYQസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.